പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൽ ആശങ്ക തുടരുകയാണ്. ആക്രമണം കടുപ്പിക്കുകയാണ് ഇറാൻ. യുദ്ധം നിർത്തുമെന്നും ഇല്ലെന്നും മണിക്കൂറിന്റെ ഇടവേളകളിൽ മാറി മാറി ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വെടിനിർത്തലിനുള്ള എല്ലാ ശ്രമങ്ങളും മധ്യസ്ഥ രാജ്യങ്ങൾ നടത്തുന്നുമുണ്ട്. മധ്യസ്ഥ നീക്കത്തിന് തയ്യാറാണെന്ന റഷ്യയുടെ പ്രഖ്യാപനവും ഫ്രാൻസിന്റെ ഇടപെടലും പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും ട്രംപിന്റെ പരസ്പര വിരുദ്ധ പ്രസ്താവനയിൽ ആശങ്കയൊഴിയുന്നില്ല. ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോഴും ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മധ്യസ്ഥ നീക്കത്തിനുള്ള റഷ്യയുടെ ഇടപെടൽ എത്രത്തോളം പ്രതീക്ഷ നൽകുന്നതാണ്? ട്രംപിന്റെ അടുത്ത നീക്കം എന്താണ്? ഇസ്രായേലിന്റെ നിലപാട് എന്താണ്? തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കാം. MC നാസർ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. നാസർ, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ റഷ്യ മധ്യസ്ഥ ശ്രമത്തിന് മുന്നോട്ട് വരുന്നുണ്ട്, തയ്യാറാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ട്രംപ് ഇങ്ങനെ മണിക്കൂറിന്റെ ഇടവേളയിൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധം ഉടനെ നിർത്തും, യുദ്ധം നീളും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ഈ റഷ്യയുടെ ഇടപെടലിനെ അല്ലെങ്കിൽ ഇവരുടെ നീക്കത്തെ എത്രത്തോളം പ്രതീക്ഷയോടെയാണ് നമ്മൾ കാണുന്നത്? ഇന്നിപ്പോൾ 11ാം ദിവസവും ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി വളരെ വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകളാണ്, പരസ്പരം ഘടകവിരുദ്ധം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന പ്രതികരണങ്ങളാണ് ട്രംപ് നടത്തുന്നത്. ഒരു ഘട്ടത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് സൈനിക നടപടികൾ ഏറെക്കുറെ ലക്ഷ്യം കൈവരിക്കുകയാണ്, അതുകൊണ്ട് അധികം വൈകാതെ തന്നെ യുദ്ധം നിലയ്ക്കുമെന്ന് പറയുന്നു. പിന്നീട് തുടർന്ന് വിവിധ ടെലിവിഷൻ ചാനലുകൾക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത് ഇറാനെ പൂർണ്ണമായിട്ടും നിലംപരിശാക്കുന്നതുവരെ ഈ യുദ്ധം തുടരും, അത് എത്ര നീണ്ടുപോയാലും തനിക്ക് പ്രശ്നമില്ല എന്ന അർത്ഥത്തിലുള്ള ഒരു പ്രതികരണം നടത്തുന്നു. പക്ഷേ അതേസമയം ഇന്നലെ 1.5 മണിക്കൂർ നേരമാണ് റഷ്യൻ പ്രസിഡന്റ് പുടിനുമായിട്ട് ട്രംപ് സംസാരിച്ചത്. വളരെ വിശദമായി സംസാരിക്കുകയും ആ സംസാരത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ചില പ്രശ്നപരിഹാര ഫോർമുലകൾ താൻ മുന്നോട്ട് വെച്ചതായിട്ട് റഷ്യൻ പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കുകയുണ്ടായി. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് ഇപ്പം അല്പം മുമ്പ് പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെഗ്സെത്ത് വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. വളരെ ശക്തമായിട്ടുള്ള ഒരു ആക്രമണം ഇന്ന് ഇറാന് നേരെ നടക്കും. കാരണം ഇതുവരെ നടന്നതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് വളരെ വിപുലമായിട്ടുള്ള ഒരു ആക്രമണ പരമ്പര തന്നെയായിരിക്കും തെഹ്റാൻ ഉൾപ്പെടെയുള്ള നഗരങ്ങളെ കാത്തിരിക്കുന്നത് എന്നാണ് പ്രതിരോധ സെക്രട്ടറി വ്യക്തമാക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് യുദ്ധോത്സുകതയും യുദ്ധഭ്രാന്തും വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇസ്രായേലിനെ ആ അർത്ഥത്തിൽ തന്നെ സ്വതന്ത്രമായിട്ട് ഏത് നിലക്കുള്ള ആക്രമണം നടത്താൻ പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകുന്നു. മറുപക്ഷത്ത് സ്വതന്ത്രമായിട്ടുള്ള ചിലക്ക് തങ്ങൾ യുദ്ധത്തിനെതിരാണ്, സമാധാനമാണ് ഏറ്റവും പ്രധാനമെന്നും പറയുന്നു. എന്തായാലും റഷ്യയും അതോടൊപ്പം തന്നെ ചൈന, തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണിപ്പോൾ ചില ഫോർമുലകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു വെടിനിർത്തൽ കരാറിന് വേണ്ടി സജീവമായിട്ട് രംഗത്തുള്ളത്. പക്ഷെ അത് എത്ര കണ്ട് വിജയത്തിൽ എത്തുമെന്ന് ഈ ഘട്ടത്തിൽ പറയുക എളുപ്പമില്ല. കാരണം ഇറാനും തങ്ങളുടെ നിലപാട് കടുപ്പിക്കുകയാണ്. അല്പം മുമ്പ് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ വ്യക്തമാക്കിയത് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്നതാണ് തങ്ങളുടെ ലൈൻ. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം എപ്പോൾ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്ന തങ്ങളായിരിക്കും, അത് അമേരിക്കയല്ല. 1 ലിറ്റർ എണ്ണ പോലും അമേരിക്കയ്ക്ക് ഇവിടെ നിന്ന് തങ്ങളുടെ അനുമതി കൂടാതെ കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്ന് കൂടി ഹോർമസ് കടലിടുക്കിലെ ഈ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട ട്രംപിന്റെ പ്രതികരണം പരാമർശിച്ചുകൊണ്ട് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ സംഘർഷം വളരെ ശക്തമായി തന്നെ തുടരുന്ന സൂചനയാണുള്ളത്. അതേസമയം മധ്യസ്ഥ നീക്കങ്ങൾ പല തലങ്ങളിലായി തുടരുന്നുണ്ട്. ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും തങ്ങൾക്കെതിരെ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളിൽ കടുത്ത പ്രതിഷേധവും വിയോജിപ്പും രേഖപ്പെടുത്തുമ്പോൾ തന്നെയും ഈ പ്രശ്നം പരിഹരിക്കാനുള്ള സാധ്യമായ എല്ലാ നീക്കവും നടത്തുമെന്നാണ് ഖത്തറും വ്യക്തമാക്കിയിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങളും അതേ നിലപാട് തന്നെയാണ് പങ്കുവെക്കുന്നത്. പക്ഷേ പ്രയോഗതലത്തിൽ ഈ യുദ്ധം എപ്പോൾ അവസാനിക്കും, എപ്പോൾ ഒരു സമാധാനം ഈ മേഖലയിലേക്ക് തിരിച്ചു വരും എന്ന ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം ഈ 11ാം ദിവസത്തെ രാത്രിയിലും ലഭ്യമല്ലാത്തൊരു സാഹചര്യമാണ് തുടരുന്നത്. നാസർ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് ഇങ്ങനെ പറയുന്നുണ്ട് യുദ്ധം ഉടനെ അവസാനിപ്പിക്കുമെന്ന്. പക്ഷേ അത് ഇസ്രായേൽ ഏതെങ്കിലും രീതിയിൽ അമേരിക്കയെ കൺട്രോൾ ചെയ്യുന്നതായി തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഇസ്രായേലിന്റെ നിലപാട് ഇതിൽ നിർണായകമാകുന്നുണ്ടോ? ഈ ട്രംപിന്റെ മലക്കമറിച്ചിൽ അതൊരു കാരണമാകുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ മേഖലയിൽ അമേരിക്കയെ യുദ്ധത്തിലേക്ക് വലിച്ചു കൊണ്ടുവന്നതും തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അമേരിക്കയെ യുദ്ധരംഗത്ത് കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഇസ്രായേൽ തന്നെയാണ്. കാരണം ഇസ്രായേലിന്റെ അജണ്ടക്കനുസരിച്ച് തന്നെയാണ് ഈ യുദ്ധം ആവിഷ്കരിച്ചതെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തങ്ങളുടെ താല്പര്യങ്ങൾ നടപ്പാക്കി കിട്ടാൻ വേണ്ടി അമേരിക്കയ്ക്ക് മേൽ വലിയ സമ്മർദ്ദം തന്നെ നെതന്യാഹു തുടരുന്നുണ്ട്. കാരണം ഇറാനിൽ നിന്ന് ഒരു നിലക്കുള്ളൊരു ഭീഷണിയും ഭാവിയിൽ ഇല്ലാതിരിക്കാൻ ഏറ്റവും ശക്തമായിട്ടുള്ള നടപടികൾ, കാരണം നേരത്തെ ആണവ
ആണവ പദ്ധതിയിൽ മാത്രം കേന്ദ്രീകരിച്ച അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചയിലൊക്കെ അതായിരുന്നു. പിന്നീട് അത് ബാലിസ്റ്റിക് മിസൈലിലേക്ക് വരുന്നു, അതോടൊപ്പം തന്നെ പ്രോക്സികൾക്കുള്ള സഹായത്തിലേക്ക് വരുന്നു, മറ്റ് തലങ്ങളിലേക്ക് കൂടി അതിനെ കൊണ്ടുപോവുകയും അങ്ങനെ രൂക്ഷമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന്റെ സംഘർഷത്തിന്റെ സാഹചര്യം രൂപപ്പെടുത്തുകയുമായിരുന്നു ഇസ്രായേൽ ചെയ്തത്. ഈ മേഖലയിലെ രാജ്യങ്ങൾക്കും അതിൽ വലിയ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ, അതും അയൽപ്പക്കവുമായിട്ട് ഒരു ഏറ്റുമുട്ടലിനും തങ്ങളില്ല എന്ന് നേരത്തെയൊക്കെ ഇറാൻ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് സൈനിക കേന്ദ്രങ്ങൾ മാത്രമല്ല മറ്റ് സിവിലിയൻ കേന്ദ്രങ്ങൾ കൂടി ആക്രമിക്കുന്ന രീതിയിലേക്കാണ് ഇറാൻ മാറിയിരിക്കുന്നത്. അതിലുള്ള കടുത്ത എതിർപ്പും പ്രതിഷേധവും ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെയും വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അതേസമയം ഈ സംഘർഷം ഇനിയും നീളുന്നതോ ഇത് വേറെ ഏതെങ്കിലും മറ്റു കൂടുതൽ വ്യാപ്തിയിലേക്ക് പോകുന്നതോ ഒരു നിലയ്ക്കും അംഗീകരിക്കാനാവില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഗൾഫ് രാജ്യങ്ങൾ എത്തി നിൽക്കുന്നത്. എന്തായാലും പിന്നിട്ട ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് കാര്യമായിട്ടുള്ള അക്രമ സംഭവങ്ങൾ ഗൾഫ് മേഖലയിൽ കുറവാണ്. പക്ഷേ എങ്കിൽ പോലും ചില ഡ്രോൺ ആക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും വിവിധ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ തുടരുന്ന സാഹചര്യമുണ്ടായി. പക്ഷെ അതൊക്കെയും അമർച്ച ചെയ്തു. ആ അർത്ഥത്തിലുള്ള ഒരു സുരക്ഷാ ഭീഷണിയും ഇപ്പോൾ തൽക്കാലം മേഖലയിൽ നിലനിൽക്കുന്നില്ലെന്നാണ് വിവിധ ഗൾഫ് രാജ്യങ്ങൾ വ്യക്തമാക്കുന്നതും. ജീന.